ഇതെന്തോന്നുള്ള UP ആണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ ഇതെന്തോ UP ആണ്, ഇവിടെ ഇത് കേരളമല്ലേ എന്നാണ് എപ്പോഴും പറയുന്നത്. അതൊക്കെ അങ്ങ് UP എന്ന് പറയും. പക്ഷേ ഇപ്പോൾ UP കാര്യങ്ങളൊക്കെ വളരെ വെടുപ്പായെന്നാണ് കേൾക്കുന്നത്. എന്താണ് അദ്ദേഹം ചെയ്ത രീതി ശരിയാണോ, അതൊക്കെ രണ്ടാമത്തെ കാര്യം. അത് നമുക്ക് പിന്നീട് മറ്റൊരു ചർച്ചയാണ്. പക്ഷെ അവിടെ ക്ലീനായി എന്നുള്ള കാര്യമാണ്. അതാണ് ആ മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നവർ ഇപ്പം ആ ഭാഷയിൽ സംസാരിക്കും, ഇല്ലാത്തവർക്ക് നെഞ്ചിൽ ഉണ്ട കയറും എന്നുള്ളൊരവസ്ഥയാണ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തൽ പരിപാടി, കുറേ കാര്യങ്ങളുണ്ട് അവിടെ. അപ്പോൾ അതിൽ ഈ ഉണ്ട കയറാത്ത കുറേ ഗുണ്ടകളൊക്കെ ഇപ്പം നല്ല രീതിയിൽ മര്യാദ പുരുഷന്മാരായിട്ട് പല പല പച്ചക്കറി കടയൊക്കെ തുടങ്ങി ജീവിക്കുന്ന ഗുണ്ടകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്താണ് അങ്ങനെ കാണുമ്പോൾ മുണ്ടഴിച്ചിട്ട്, അതെ, മുണ്ടഴിച്ചിട്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു രീതിയിലായി. അപ്പം അവിടെ ക്ലീനപ്പ് ആയിട്ടുണ്ട്. അതേസമയം കേരളത്തിലോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു 10, 15, 20 വർഷത്തിനുള്ളിലേക്ക് അവിടെ എന്തായിരുന്നോ അതിലേക്കാണ് കേരളം പോകുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം ലഹരിയുടെ കുത്തൊഴുക്കൊന്നുണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈം റേറ്റ് ക്രൈം റേറ്റ് വർദ്ധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇടത് വലത് സർക്കാരിന് തർക്കമില്ല, വർദ്ധിക്കുന്നുണ്ടെന്നുള്ളതിന്. കാരണം അത് കണ്ണടച്ചിരുട്ടാക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഇന്ത്യയിലെ ഏറ്റവും ക്രൈമുള്ള സ്റ്റേറ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പക്ഷെ അതിലോട്ടുള്ള പോക്കാണ്. അവിടെയും നമ്പർ 1 ആവാനാണോ കേരളം ശ്രമിക്കുന്നത്? കേരളം അതിനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. കേരളത്തിന് പറഞ്ഞ് ശീലം മാത്രമേ ഉള്ളൂ. അത് കാരണം അവിടെ നോക്കിയാൽ മതി എന്നുള്ളത് പറഞ്ഞ് ശീലം മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഇപ്പം ക്രൈം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ക്രൈമുകളുണ്ട്. ആ എല്ലാ തരത്തിലുള്ള ക്രൈമുകളും നമ്മൾ ദിനം പ്രതി കേൾക്കുകയാണ്. പക്ഷെ ഈ പറയുന്ന ഒരു കേസിൽ പോലും ആരെങ്കിലുമൊക്കെ ശിക്ഷിക്കപ്പെട്ട് വൃത്തിക്ക് ഒരു ശിക്ഷ കിട്ടിയിട്ട് നമ്മൾ കേൾക്കുന്നില്ല. പറയുന്നത് ഷെറിനായിക്കോട്ടെ, ഷെറിൻ്റെ സമയം കഴിഞ്ഞു, ഷെറിൻ ഇറങ്ങുന്നു. അങ്ങനെ ഓരോരോ കേസിലും നീണ്ടുപോകുന്ന ശിക്ഷാവിധികളും കാര്യങ്ങളും ഒക്കെയുണ്ട്. അത് പല ഘട്ടത്തിലും ഒരുപക്ഷെ പ്രതികളാക്കപ്പെട്ടിട്ടുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതല്ലാതെ അതിൻ്റെ ഭാഗമായി കേസ് നടത്തിപ്പുമായിട്ട് നടക്കേണ്ടി വരുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഗുണ്ടാ മാഫിയകൾ ഒരുപാടുണ്ട്, ലഹരി മാഫിയകൾ ഒരുപാടുണ്ട്. ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇതിനെല്ലാം ഒരു തരത്തിൽ അഴിച്ചുവിട്ട മട്ടിലാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതവിടെ നിൽക്കട്ടെ. പക്ഷെ പറയാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ UP തന്നെയാണ്. UP യോഗി വരുന്ന സമയത്ത് എല്ലാവരും ചോദിച്ചു, ഈ സന്യാസിനെ കൊണ്ടുവന്ന് അവിടെ മുഖ്യമന്ത്രിയാക്കിയിട്ട് എന്തിനാ, മോദിക്ക് എന്താ തലയ്ക്ക് വെളിവില്ലേ എന്നാണ് ചോദിച്ചത്. പക്ഷെ മോദിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇത് സന്യാസി അല്ല, ഇതൊരു പുലിക്കുട്ടി തന്നെയാണ്, അതിൻ്റെ ഉള്ളിലൊരു പുലിക്കുട്ടി ഉണ്ട് എന്നുള്ളത്. അത് ആയിരുന്നു. എങ്കിൽ പോലും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ മൊത്തം ചുമതല അദ്ദേഹത്തിന്റെ കൈകളിലാണ്. അപ്പോൾ ഇത് വെടിപ്പായിട്ട് ചെയ്യാൻ പറ്റുമോ? ഒരു സന്യാസിക്ക് ഇതൊക്കെ നേരെ ചൊവ്വേ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ പറയണ എനിക്കുൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം നമുക്ക് തുറന്നു പറയണമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇതുപോലെയൊക്കെ ഇവിടെയും മതിയായിരുന്നു. കാരണം എന്താ പറയുക, രാത്രികാല സുരക്ഷ സ്ത്രീകൾക്ക് ഓരോ തരത്തിലുമുള്ള സ്ത്രീ സുരക്ഷ വളരെ കൃത്യമായിട്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും സമാധാനപരമായിട്ട് ഇറങ്ങി നടക്കാനും ഈ ഗുണ്ടാവിളയാട്ടം ഇല്ലാത്ത അവസ്ഥയിലൂടെ ആ ഒരു ജനം മുഴുവനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും അവരുടെ ഒരു 2016 തൊട്ട് വളരെ കുറച്ചു കാലത്തിനിടയ്ക്ക് നടത്തിയതാണ്. അതെ, ആ ഒരു ഡ്രൈവാണത്. ഇത്രയും നാളത്തെ ഒരു ഡ്രൈവിനുള്ളിൽ നടത്തിയതാണ്. ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ചില കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ നമ്മൾ മുഖം നോക്കി നടപ്പാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പരിപാടി നടപ്പാക്കാൻ കഴിയില്ല. ഇപ്പൊ ഗുണ്ടകളുടെ അടുത്ത് നമ്മൾ വേദം ഓതാൻ ചെന്നിട്ട് ശരിയില്ല എന്നുള്ളതാണ്. ചിലത് നാടിനും വീടിനും ഒക്കത്തിനും ഭാരമായിട്ടുള്ളവരെ എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത് ക്യാൻസർ സെൽ, അതായത് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെയായിട്ട് കുറച്ച് കോശങ്ങൾ മിസ്ബിഹേവ് ചെയ്യണമെങ്കിൽ പ്രശ്നമല്ല. പക്ഷെ ഇത് ഒരു സ്ഥലത്ത് കൂട്ടമായിട്ട് മിസ്ബിഹേവ് ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്, ക്യാൻസറായിട്ട് മാറുന്നത്. അപ്പോൾ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരുത്തൻ അവിടെ എവിടെയും പിക്ക് പോക്കറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മാല പറിച്ചു പറിക്കുന്നതോ ഒരു നാടിനെ പ്രശ്നത്തിലാക്കില്ല. പക്ഷേ ഒരു കൂട്ടം അത്തരത്തിലുള്ള ക്രിമിനൽസ് ഒത്തുചേരുമ്പോഴാണ് ഒരു നാടിൻ്റെ എന്താണ് പറയുന്നത് പതനം ആരംഭിക്കുന്നത്. അതൊരു ക്യാൻസറാണ്. അവിടെ ക്യാൻസറിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്, കീമോതെറാപ്പിയാണ് ചെയ്യുന്നത്, കരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അത് അല്ലാതെ മറ്റൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല.
അപ്പോൾ ആ രീതിയിൽ തന്നെയല്ലേ ഇവിടെയും ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യം. അപ്പോൾ ഇവർ ചെയ്തത് ഓപ്പറേഷൻ കൺവിൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതായത് ഹീനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന കുറ്റവാളികൾക്ക് വേഗത്തിലുള്ളതും കർശനവുമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കാൻ യോഗി ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഇവിടെ കാണാത്ത ഒരു കാര്യം കൂടിയാണ്. പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടാകാം, അവർക്ക് അതിൽ നിയമ നടപടികൾ സ്വീകരിച്ച് ഇപ്പോൾ കേസ് വാദിക്കണമെങ്കിൽ വാദിച്ച് അവരുടെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ അത് തെളിയിച്ച് പുറത്തു വരാനുള്ളൊരു സാഹചര്യം. ഇത് നീണ്ടുപോകും തോറും ഈ ആൾ അകത്ത് കിടക്കും. നിരപരാധികൾ എത്രയോ പേരാണ് പുറത്തു വരുന്നത്, എത്രയോ വർഷങ്ങൾക്ക് ശേഷം പുറത്തു വരുന്നത്. അപ്പോൾ ആ ഒരു കാലാവധി കുറക്കാനും കൂടി ഇത് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2023 മുതൽ ഈ ഒരു ഓപ്പറേഷൻ കൺവിൻഷൻ എന്നുള്ളതിൽ കൂടെ 1,04,718 പ്രതികളെയാണ് ശിക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അടയാളപ്പെടുത്തുന്നത് നിയമപാലകരോടും നീതി നിർവഹണത്തോടുമൊക്കെയുള്ള ഉത്തർപ്രദേശിന്റെ സമീപനം മാറി എന്നുള്ളത് തന്നെയാണ്. സംശയം ചോദിച്ചോട്ടെ, ഇപ്പം ഇവർ പൊതുവെ കേരളത്തിലുള്ളവർ പറയുന്നുണ്ട് UP-യിലെ ക്രൈമൊന്നും അങ്ങനെ റെക്കോർഡ് ആവാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനേക്കാളും ഉണ്ട്, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ക്രൈം. ഇങ്ങനൊരു വാദമുണ്ട്. നമ്മളിവിടെ ക്രൈമുകൾ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ടാണ്, അവിടെ അതുപോലും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ള ഒരു വാദം ഇവിടെ ഉള്ള ഈ കേരള ഭക്തന്മാർ പ്രബുദ്ധ മലയാളികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെങ്ങനെയാണ് അത്തരത്തിലൊരു... അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ക്രൈം റേറ്റിംഗ് അവിടെ അടയാളപ്പെടുത്തിയില്ല എന്ന് തന്നെ വെക്കുക. പക്ഷെ ഇപ്പൊ ആ ഒരു സംസ്ഥാനം ക്ലീൻ ആണോ? ആ സംസ്ഥാനം ക്ലീൻ ആക്കാനായിട്ട് അവിടെ ചാർജ് എടുത്ത ആ ഭരണകൂടം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇവിടെ ഇത് രജിസ്റ്റർ ചെയ്യുക മാത്രമല്ലല്ലോ, രജിസ്റ്റർ ചെയ്ത കേസിന്മേലുള്ള നടപടികൾ പൂർത്തിയാക്കണം, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കണം, വെറുതെ വിടേണ്ടവരുണ്ടെങ്കിൽ വെറുതെ വിടണം. ഇതെല്ലാം അവിടെ നടപ്പാക്കണം. അല്ലാതെ ഇന്ന് ഇത്ര ക്രൈം എന്ന് പറഞ്ഞ് നമ്മളെ എഴുതി കൂട്ടി വെച്ചിട്ട് കാര്യമില്ല. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എത്രയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? ഇതിലെന്താണ് നടപടി ഉണ്ടാകുന്നത്? ഇടക്കും തലയ്ക്കും ഓരോ കേസ് വന്നു പോകുമെന്നല്ലാതെ ഇതിൻ്റെ എത്രയോ ഇരട്ടി ഇവിടെയും ചെയ്യപ്പെടാതെ പോകുന്നത്. ഞാൻ പറയട്ടെ, രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ടല്ലേ, പോലീസിൽ കേസ് വരുന്നതല്ലേ. കേസിൽ പോകാൻ ഭയന്നിട്ട് ഇതെല്ലാം ഭയന്ന് പലരെയും പേടിച്ച് ഇത് ഒന്ന് വന്ന് പോലീസ് സ്റ്റേഷനിൽ പറയാൻ പറ്റാത്ത എത്രയോ സാധാരണക്കാരുണ്ട്. അപ്പൊ അതും രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോവുകയല്ലേ. നമ്മുടെ നാടുണ്ടാകത്ത നമുക്ക് ഉള്ളത് തുറന്നു പറയണം, അല്ലാതെ നമ്മൾ അതിനെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതല്ല പ്രബുദ്ധത എന്ന് പറയുന്നത്. ഉള്ളത് തുറന്നു പറയുകയും സിസ്റ്റത്തിനെ ക്ലീൻ ചെയ്യാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രവർത്തനം കൂടി ഉണ്ടാകണം. അല്ലാതെ ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കും അറിയില്ല. ഇവിടെ ഈ പറയുന്ന ഓപ്പറേഷൻ കൺവിൻഷൻ എന്ന് പറയുന്നത് കാലതാമസത്തിന്റെ ദീർഘകാല പ്രശ്നത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ അടക്കുക. അതായത് ഇവർക്ക് വേണ്ടിയിട്ട് അതിവേഗ ട്രയലുകൾ, തെളിവുകളാൽ നയിക്കപ്പെടുന്ന പോലീസിങ്, വിട്ടുവീഴ്ചയില്ലാത്ത സീറോ ടോളറൻസ് സമീപനം എന്നിവയുടെ തത്വങ്ങളിലാണ് ഇപ്പോൾ അവിടെ പ്രവർത്തനങ്ങൾ മുഴുവൻ പോകുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും അവർക്ക് നടപ്പാക്കാൻ വേണ്ടിയിട്ട് പുതിയ ഫോറൻസിക് ഉപകരണങ്ങൾ അവിടെ കൊടുത്തു. കൂടുതൽ നിരീക്ഷണം ഉണ്ടായി, ഡിജിറ്റൽ കേസ് രേഖകൾ വന്നു, AI ക്യാമറകൾ വഴിയുള്ള ശക്തമായിട്ടുള്ള നിരീക്ഷണം അവിടെ ഉറപ്പാക്കി. അപ്പോൾ ഈ ഒരു ചട്ടക്കൂട് അവിടെ ഉണ്ടാക്കിയിട്ടും ഏറ്റവും ക്രൂരമായ കേസുകളിൽ 70 പ്രതികൾക്ക് വധശിക്ഷ, 8785 പേർക്ക് ജീവപര്യന്തം, 1583 പേർക്ക് സംഘടിത അക്രമം, വൻതോതിലുള്ള വഞ്ചന തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് 20 വർഷത്തെ തടവ്, 5303 പേർക്ക് 10 മുതൽ 19 വർഷം വരെ തടവ്, 5803 പേർക്ക് അവർക്കും തടവ് ശിക്ഷയുണ്ട്. അതായത് പലർക്കും 803 വർഷം വരെ തടവ് എന്നുള്ള രീതിയിലേക്ക് പോലും ശിക്ഷകൾ ചുമത്തപ്പെട്ടിട്ടുണ്ട്. അതായത് കേസ് നടത്തി അതിൽ കുറ്റം തെളിയിക്കപ്പെട്ടാലുള്ള കാര്യങ്ങളാണ്. കൂടാതെ 80,944 പേർ പൊതുക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് 5 വർഷത്തിൽ താഴെ ശിക്ഷ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. 2017 മുമ്പ് ഇതായിരുന്നില്ല അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ആ സ്ഥിതിയെ മാറ്റാനായിട്ട് ഈ ഒരു എന്താ പറയുക, ഇവർക്ക് സാധിച്ചു എന്നുള്ളത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം, ഇത്രയും പേർക്ക് ശിക്ഷ വിധിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിൽ എത്ര നാളെടുക്കും? അത് നമ്മൾ സമ്മതിക്കണം. ഏത് പാർട്ടിയും ആയിക്കോട്ടെ. ജയിലിലുള്ളവന്മാരെ നേരെ നോക്കാൻ വയ്യില്ല. ഇല്ല, ജയിലിലുള്ളവന്മാരെ മര്യാദയ്ക്ക് ജയിലിൽ ഇട്ടേക്കാൻ പറ്റുന്നില്ല. അതെ, ജയിൽ ചാടയല്ലേ.
അതെ, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രധാന നഗരങ്ങളിൽ AI പ്രാപ്തമാക്കിയിട്ടുള്ള നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതായത് തത്സമയ ജനക്കൂട്ടത്തെ അപ്പപ്പം നിരീക്ഷിക്കാനും അവിടെ എന്തെങ്കിലും സത്യമായിട്ടുള്ള നടപടി വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രതികരിക്കാനോ അവിടെ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അതാണ് പല റീൽസും വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഈ സ്ത്രീകൾക്ക് നേരെ അതിക്രമമൊക്കെ കാണിച്ചവർ തിരിച്ചു വരുന്നത് 2 കാലം തിരിച്ചു വരത്തില്ല. അവർക്കുള്ള നടപടി പിന്നെ അവർക്ക് ഒരു സ്ത്രീക്ക് നേരെ അതിക്രമം കാണിക്കാൻ കൈ പൊങ്ങില്ല, ബുദ്ധി പോലും പോകില്ല എന്നുള്ളതാണ്, ചിന്ത പോകില്ല. കേരളത്തിലെ കുറെ ബുദ്ധിജീവികളുണ്ട് ചേച്ചി, ഇതൊന്നും ഇവിടെ നടപ്പിലാക്കാനും പറ്റൂല. ഇനിയിപ്പോ പിണറായി സർക്കാർ ഇത് കൊണ്ടുവന്നാലും ഇതിന് 2ാമത്തെ ദിവസം പിണറായി സർക്കാരിന് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. കാരണം ഇവിടെ ഇത് എതിർക്കുന്ന കുറെ ബുദ്ധിജീവികളും ഈ പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകരും ഒക്കെ ഉണ്ട്. ഇവര് അങ്ങോട്ട് രംഗത്തിറങ്ങും. രംഗത്തിറങ്ങിയിട്ട് ക്രിമിനലുകളുടെ ക്രിമിനലുകൾക്ക് മനുഷ്യാവകാശം പറയും. അതെ, ക്രിമിനലുകൾക്ക് മനുഷ്യാവകാശം കൊടുത്തുകൂടാന്നുള്ളതല്ല, പക്ഷെ ഇത്തരത്തിൽ എന്താ പറയാ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാ അവനൊക്കെ എന്ത് മനുഷ്യാവകാശം കൊടുക്കാനാണ്? മനുഷ്യാവകാശം കൊടുക്കേണ്ടത് നമുക്കറിയാമല്ലോ, ഒരാളുടെ പോക്ക് കണ്ടാൽ അറിയാം ഇവൻ ചൊവ്വാവോ അല്ലെങ്കിൽ ഇവള് ചൊവ്വാവോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം. അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ ആഴവും സംസാരത്തിൽ നമുക്കറിയാലോ. പിന്നെ ഇപ്പൊ ഗോവിന്ദസ്വാമി എന്താ പറഞ്ഞത്, പാൽപായസം അല്ലേ വഴിയിലിരിക്കുന്നത്, അത് കണ്ടാ കുടിക്കാതിരിക്കാൻ പറ്റുമോ സാറേ? അപ്പൊ അങ്ങനെ പറഞ്ഞ അവനിൽ നിന്ന് എന്ത് തിരുത്താണ് ഇവര് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ പറയുന്ന സത്യത്തിൽ അവരെയൊക്കെയല്ലേ ഷൂട്ട് അറ്റ് സൈറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അങ്ങനെ ജനം പ്രതീക്ഷിക്കുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റും. അപ്പോൾ UPയെ നോക്കിയിട്ട് ഇനി കുറ്റം പറയാൻ പറ്റില്ല. UPയുടെ അതായത് ബാക്കിയുള്ള പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ ഒരു നാടിനെ പുരോഗതിയിലേക്ക് എത്തിക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്, MSME വഴിയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ പദ്ധതികളെല്ലാം കടലാസിൽ ഒതുങ്ങുകയാണ്. അവിടെ അങ്ങനെയല്ല, നിമിഷങ്ങൾക്കകം തന്നെ പല പദ്ധതികൾക്കും സൈൻ കിട്ടുകയാണ്. അപ്പോൾ അവർക്ക് ചെയ്യാം, കാലതാമസമില്ല. യുവാക്കൾക്ക് ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസ്ഥയൊക്കെ ഇന്ന് UPയിലുണ്ട്. അപ്പോൾ ഭരിക്കുന്നത് സന്യാസിയാണോ എന്നൊന്നും നോക്കി കളിയാക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ആ ഒരു സന്യാസിയുടെ ചങ്കുറപ്പ് ഉള്ളവർ ഉണ്ടെങ്കിൽ ഏത് നാടും നന്നാവും എന്നുള്ളത് യോഗി ഭരണത്തിലൂടെ എന്തായാലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്.